സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രം ആദ്യ ശബ്ദ സിനിമയിൽ നിന്ന് തുടങ്ങുന്നു. ബാലൻ എന്ന സിനിമയില് പാട്ടുകളുമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാലത്ത് പിന്നണി ഗാന സംവിധാനമില്ലായിരുന്നു. അതായത് ഗായകർ പാടി റെക്കോർഡ് ചെയ്ത പാട്ട് ഷൂട്ടിംഗ് സമയത്ത് പ്രവർത്തിപ്പിച്ചു കേട്ടുകൊണ്ട് അഭിനേതാക്കൾ അതിനനുസരിച്ച് ചുണ്ടനക്കുന്ന ആ ഒരു സമ്പ്രദായമില്ലാതിരുന്ന ആ പഴയ കാലത്ത് അഭിനേതാക്കൾ തന്നെ പാട്ടുകാരായി. അവർ പാടുകയും അഭിനയിക്കുകയും ചെയ്തു. പിന്നീടാണ് പിന്നണി ഗാന സംവിധാനം വരികയും പിന്നണി ഗായകർ എന്നൊരു വിഭാഗം തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നത്. മലയാള സിനിമയുടെ അഭിനേതാക്കളിൽ പാട്ടുപാടുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പിന്നണി ഗാന രംഗത്ത് കൂടി സാന്നിധ്യം അറിയിച്ച ചില അഭിനേതാക്കളുണ്ട്. അവരിൽ ഒരാളാണ് ഇന്ദ്രജിത്ത്. ഇന്ന് സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകൾ പറയാൻ നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം ഉള്ളത് ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിലെ പാട്ടുകാരനെ ആദ്യം തിരിച്ചറിഞ്ഞതാരാ? ഞാൻ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. സ്കൂളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ടല്ലേ? സ്കൂളിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്, സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ കോളേജിലെത്തിയപ്പോഴും കോളേജിന് പുറത്തും യൂത്ത് ഫെസ്റ്റിവൽസിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അന്നുതൊട്ടേ പാടാനുള്ളൊരു കഴിവ് ഉണ്ടെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിരുന്നു. ഒരു പാട്ടുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നോ? അന്നൊരു പക്ഷേ എനിക്ക് അഭിനയത്തെക്കാൾ കൂടുതൽ എന്റെ ഒരു ആഗ്രഹം സിനിമയിൽ ഒരു പാട്ടുകാരനാവുക, അല്ലെങ്കിൽ പാട്ട് പഠിക്കണം, ഒരു പാട്ടുകാരനാവണം, സിനിമയിൽ ഒരുപാട് പാട്ടുകൾ പാടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. കറങ്ങി തിരിഞ്ഞപ്പോൾ അഭിനയത്തിലെത്തി. എന്നാൽ ഇപ്പോഴും നല്ല അവസരങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് പാടാനുള്ള അവസരങ്ങൾ എന്നെ തേടി എത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടും നല്ല ഗാനങ്ങൾ കിട്ടിയാൽ ഞാൻ സിനിമയിൽ പാടും. ഈ സ്കൂളിലൊക്കെ പാടിയിട്ടുള്ള പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഏത് പാട്ടാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഞാൻ സ്റ്റേജിൽ വളരെ ചെറുപ്പത്തിൽ പാടിയിട്ടുള്ള ഗാനം കിലുകിൽ പമ്പരം എന്ന കിലുക്കത്തിലെ സോങ് ആണ്. സ്കൂളിൽ പഠിക്കുന്ന 5th or 6th മറ്റോ ആയിരിക്കുമ്പോഴാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഏറ്റവും നല്ല മെലഡീസിൽ ഒന്നായിരുന്നു ആ സോങ്. അപ്പം കിലുകിൽ പമ്പരം ഞാൻ ഒരിക്കൽ പാടി, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പാടി. അങ്ങനെ കുറച്ചധികം സ്റ്റേജുകളിൽ ഞാൻ ആ സോങ് പാടിയിട്ടുണ്ട്. കിലുക്കത്തിൽ ബിച്ചു തിരുമല എഴുതി SP വെങ്കടേഷ് ഈണമിട്ട ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. അഭിനേതാവായി മാത്രമല്ല ഒരു പാട്ടുകാരനായി കൂടി ഇന്ദ്രജിത്തിന്റെ സാന്നിധ്യം മലയാള സിനിമയിലുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളാണ് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിങ്ങളുടെ സ്വന്തം റിജാസും. പാട്ടുകാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ച ഇന്ദ്രജിത്ത് പിന്നെ എന്തുകൊണ്ടാണ് പാട്ട് ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാത്തത്? അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ചില കാരണങ്ങൾ വശാൽ എനിക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സൈനിക സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിംഗ് അവിടെ ബോർഡിംഗ് സ്കൂളാണ്. അവിടെ അങ്ങനെ മ്യൂസിക് ലെസൺസും ക്ലാസിക്കൽ മ്യൂസിക് ഒന്നും പഠിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പം കോളേജിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഒരു മാസം ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് കുറച്ചൊന്നുമല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്രമല്ല ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ പോയി പിന്നെ ഇടയ്ക്ക് നാട്ടിൽ വരും. അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലും ഒരു കാര്യം അഭ്യസിക്കാന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ നിന്ന് അവിടെ പോയി പഠിക്കണം. അപ്പൊ അതിനുള്ളൊരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പാട്ട് പഠിക്കാൻ പറ്റില്ല. ഈ സൈനിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹിന്ദി പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ബേസിക്കലി മലയാളീസ് മാത്രമല്ല അവിടെ ഉള്ളത്. ഒരു വലിയ ക്രോസ് സെക്ഷൻ ഇന്ത്യന്ന് ഉണ്ട്. സാറന്മാരായാലും സ്റ്റുഡൻസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യ എന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഹിന്ദി സോങ്സ് ആണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഒരുപാട് ഹിന്ദി ഗാനങ്ങൾ പഠിച്ചിരുന്നു. അപ്പം അന്നൊക്കെ അറിയാലോ, നമുക്ക് നല്ല മെലഡീസ് ഒരുപാട് ബോളിവുഡിലും മലയാളത്തിലും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കുറെ ഗാനങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള ഗാനങ്ങളോടുള്ളതുപോലുള്ള ഇഷ്ടം ഹിന്ദി പാട്ടുകളോടും ഉണ്ടായിരുന്നു അല്ലേ? ഹിന്ദി ഗാനങ്ങളോട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂളിൽ പഠിക്കുന്ന 9, 10, 11, 12 കാലഘട്ടങ്ങളിൽ കൂടുതലും ഞാൻ കേട്ടിരുന്നതും ഹിന്ദി ഗാനങ്ങളാണ്. കൂടുതൽ സ്റ്റേജിൽ ആലപിച്ചിരുന്നതും പ്രിപ്പയർ ചെയ്തിരുന്നതും ഒക്കെ കൂടുതൽ ഹിന്ദി സോങ്സ് ആണ്. മലയാളം ഒട്ടും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പാടിയിട്ടുണ്ട്. തമിഴും അതുപോലെ പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടെ തമിഴ് സോങ്സിനായി പോപ്പുലർ. അപ്പൊ അങ്ങനെ ആ സമയത്ത് തമിഴ് സോങ്സ് പഠിക്കുമായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മലയാള സംഗീതം, മലയാളത്തിൽ നല്ലൊരു ഗായകനാവണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് നല്ല രീതിയിൽ അഭ്യസിക്കണം, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് മെലഡീസ് പാടാം. പക്ഷെ മലയാളത്തിൽ എപ്പോഴും നമ്മളൊരു 90s ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സെമി ക്ലാസിക്കൽ ടച്ച് മിക്ക സോങ്സിനും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി സംഗീതം അഭ്യസിക്കണം. അത് ഞാൻ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ സമയത്ത് അധികം മലയാള ഗാനങ്ങളോട്ട് ഞാൻ അതിലോട്ട് ശ്രദ്ധിക്കാത്തത്. അന്ന് ആ സൈനിക് സ്കൂളിൽ പാടിയ ഹിന്ദി പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാ? ഞാൻ സ്കൂൾ കഴിഞ്ഞ് പോകുന്ന വർഷം പാടിയ പാട്ട് പാപ്പാ കേത്തെ എന്ന സോങ് ആണ്. അത് ഇറങ്ങിയത് പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ 5th മറ്റോ പഠിക്കുമ്പോഴാണ്. അതിനകത്ത് ബിഗിനിങ്ങിൽ ഒരു ആമിർ ഖാന്റെ ഡയലോഗ് ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റി. അതായത് അതിനകത്ത് പറയുന്ന ദോസ്തോ ആജ് കോളേജ് കാ ആഖിരി ദിൻ ഹൈ और आने वाली जिंदगी के लिए हम सभी कुछ ना कुछ सोच रखा है. അത് മാറ്റിയിട്ട് ദോസ്തോ ये साल हमारे स्कूल के आखिरी साल है എന്ന് മാറ്റി ഫുൾ ഡയലോഗ് ഒക്കെ മാറ്റി ആ പാട്ട് പാടിയിരുന്നു. എന്തായാലും ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഖയാമത്ത് സേ ഖയാമത്ത് തക് എന്ന സിനിമയിലെ ആമിർ ഖാൻ അഭിനയിച്ച ആ പാട്ട് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. നായകനും ഗായകനുമായ താരം ഇന്ദ്രജിത്താണ് സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകളുമായി നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം ഉള്ളത്.
ഇന്ദ്രജിത്ത് പിന്നണി ഗാന രംഗത്തിന്റെ ഭാഗമാകുന്നത് മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയോടുകൂടിയാണല്ലേ? മുല്ലവള്ളിയും തേന്മാവിലാണ് ആദ്യമായിട്ട് ഞാൻ പാടിയത്. ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതത്തിന് VK പ്രകാശിന്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലൊരു ഗാനം ആലപിച്ചത്. അത് ആരുടെ നിർദ്ദേശമായിരുന്നു ഇന്ദ്രജിത്തിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കുക എന്നുള്ളത്? അത് VK പ്രകാശ് തന്നെയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇന്ദ്രനൊരു പാട്ട് പാടണം, ഇതിനകത്തൊരു ഇന്ദ്രന്റെ തന്നെ ഒരു സോങ് ഉണ്ട്. ഞാനും ഗീതു മോഹൻദാസുമാണ് ആ സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത്. കുറച്ചൊരു പെപ്പി ആയിട്ടുള്ള നമ്പറാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ പാടിയതാണ്. പിന്നീട് ഹാപ്പി ഹസ്ബൻഡ്സിൽ പാടി, ടൈറ്റിൽ സോങ് പാടി, നായകൻ എന്ന സിനിമയിൽ ഒരു ടൈറ്റിൽ സോങ് പാടി, ചേകവറിൽ പാടി, പിന്നെ ഇപ്പം മസാല റിപ്പബ്ലിക്കിൽ പാടി. ഈ പാടിയ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? പാടിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അരികിൽ ഒരാളെന്നൊരു സിനിമയിൽ ഒരു സോങ് ഞാൻ പാടിയിട്ടുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പാടാൻ. ഇതുവഴി പോരാമോ എന്ന സോങ് ഗോപി സുന്ദറാണ് സംഗീതം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഏഞ്ചൽസ് എന്ന് പറയുന്ന സിനിമയിലും പാടുന്നുണ്ടല്ലേ? ഈ സിനിമയിലും ഞാനൊരു ഭയങ്കര രസമുള്ള ഒരു ട്രാക്കാണ്. അങ്ങനെ ഇന്ന ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു സിറ്റുവേഷണൽ സോങ് ആണ്. കുറച്ചൊരു വെസ്റ്റേൺ ഇന്ത്യൻ ഒരു ക്രോസ് മിക്സ് പോലെ വരും, അങ്ങനത്തെ ഒരു സോങ് ആണ്. ഈ പാട്ടുകളൊക്കെ പാടുന്നതിന് മുമ്പ് 2-3 ദിവസത്തെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഇതുവരെ അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് കേട്ട് പഠിച്ച് അപ്പൊ തന്നെ പാടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് നേരത്തെ ട്രാക്സ് അയച്ചു തരും, ഞാൻ അതിങ്ങനെ കേൾക്കും. പിന്നെ അവിടെ ചെന്നിട്ട്, കാരണം പലപ്പോഴും ട്രാക്സ് അയച്ചു തരുമ്പോൾ അതിന്റെ ലിറിക്സ് ഉണ്ടാവാറില്ല. ലിറിക്സ് പലപ്പോഴും നമുക്ക് ലാസ്റ്റ് മിനിറ്റൊക്കെ ലിറിക്സ് കിട്ടുന്നത്. അപ്പം അവിടെ ചെന്ന് ലിറിക്സും ആ ട്രാക്കും കേട്ട് ഒരുമിച്ച് പാടി നോക്കി അവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യാണ് പതിവ്. എന്തായാലും ഇന്ദ്രജിത്ത് പാടിയ അരികിൽ ഒരാൾ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സൺഡേ ക്ലാസിക്സിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം പാട്ടുവർത്തമാനവുമായി ഇന്ദ്രജിത്ത്. പിന്നണി ഗാന ചരിത്രത്തിന്റെ ഭാഗമായ ചില അഭിനേതാക്കളുണ്ട്, അവരിലൊരാളാണ് ഇന്ദ്രജിത്ത്. എന്തു പറയുന്നു, അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതല്ലേ? അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അഭിനയിക്കാനും പാടാനും കഴിവുള്ളൊരു വ്യക്തി. പാട്ടെന്ന് പറയുന്നത് നമുക്ക് ദൈവം കനിഞ്ഞു തരുന്ന ഒരു കഴിവാണ്. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ചിലപ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അഭിനയം, അതോടൊപ്പം തന്നെ ഗായകന്റെ വേഷവും വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സ് കുറച്ച് ലാഭമായിട്ട് കാണാറുണ്ടോ അത്? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ അവരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്, എനിക്ക് നല്ല സോങ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പാടണം. അപ്പൊ അത് അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അവർ ചിലപ്പോൾ എനിക്ക് പറ്റുന്നൊരു സോങ് സിനിമയിലുണ്ടെങ്കിൽ ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം കൂടെ ഡിസൈഡ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പാടിക്കുകയാണ് പതിവ്. ഇന്ദ്രജിത്തിനെ പരിചയപ്പെടുന്ന സമയത്ത് ഇന്ദ്രജിത്തിലെ ഗായകനെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് പൂർണിമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു സിംഗർ ഞാൻ ആ സമയത്ത് പാടുമായിരുന്നു. പൂർണിമ ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലൊക്കെ ഞാൻ പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല കാരണം. എന്നിലെ ഗായകനെ പൂർണിമയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണെന്ന് പറയാം. ഞങ്ങള് പ്രണയത്തിലാവാനും പിന്നീട് കല്യാണം കഴിക്കാനും ഒക്കെ. ഇപ്പോഴും പൂർണിമ ഒരു പാട്ട് പാടി തരുമോ എന്ന് പറയുമ്പോൾ ഇന്ദ്രജിത്ത് ഏത് പാട്ടായിരിക്കും ആദ്യം പാടുന്നത്? അത് പറയേണ്ട കാര്യമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിന്നെ മോളുണ്ട്, മോള് നന്നായിട്ട് പാടും, പ്രാർത്ഥന നന്നായിട്ട് പാടും. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയെ കൊണ്ട് പാടി. മോളെ പഠിപ്പിക്കുന്നുണ്ടോ പാട്ട്? മോളെ ഇനി പഠിപ്പിച്ച് തുടങ്ങണം, തുടങ്ങിയിട്ടില്ല, ഇപ്പൊ തുടങ്ങണം. എനിക്ക് തോന്നുന്നു എന്റെ അമ്മയുടെയും എന്റെയും ഒക്കെ ഒരു സ്കിൽ അവക്ക് പാട്ടിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനി അവളെ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടാതെ പോയൊരു ഭാഗ്യം അവളെ കൊണ്ട് ഇനിയും പാട്ട് പഠിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ അതിനിപ്പോ ചെയ്യണം. ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അമ്മ പാടിത്തരുമായിരുന്നോ പാട്ടുകൾ? അമ്മ പാടുമായിരുന്നു, ചെറുപ്പത്തിൽ പാടിത്തരുമായിരുന്നു. പക്ഷെ അങ്ങനെ വ്യക്തമായിട്ട് ഓർമ്മയൊന്നുമില്ല. പക്ഷെ കുട്ടിക്കാലം മുതലേ അമ്മ പലപ്പോഴും പാട്ട് പാടുന്നതായിട്ട് വേഗമായിട്ട് എനിക്ക് എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. സിനിമയിൽ വളരെ പ്രശസ്തമായ ഒരു താരാട്ട് പാട്ട് രംഗത്ത് അമ്മ അഭിനയിച്ചിട്ടുമുണ്ടല്ലേ? ഉണ്ണി ആരാരിരോ എന്നുള്ളൊരു സോങ് അമ്മ തന്നെ അഭിനയിച്ച പാട്ടാണ്. അപ്പൊ അത് കുട്ടിക്കാലത്തൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ പാട്ട് നന്നായിട്ട് പാടും. നമ്മൾ സ്റ്റേജിലും പാടിയിട്ടുണ്ട് പാട്ട് 1-2 സ്ഥലത്ത്. ആ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സൺഡേ ക്ലാസിക്സിലൂടെ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിലൂടെ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഉണ്ട് നമ്മുടെ പ്രിയ നടൻ ഇന്ദ്രജിത്ത്. താങ്കളുടെ പിതാവും മലയാളികളുടെ പ്രിയ നടനുമായ സുകുമാരൻ സാർ, അദ്ദേഹത്തിലെ സംഗീത പ്രേമിയെ കുറിച്ച് പറയുമ്പോൾ? അച്ഛൻ അങ്ങനെ സംഗീതത്തോട് ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ സംഗീതത്തോട് അങ്ങനെ ഒരു ദൂരവും പാലിച്ചിരുന്ന വ്യക്തിയല്ല. അച്ഛന് മ്യൂസിക് കേൾക്കുന്ന ഇഷ്ടമാണ്. ഇടയ്ക്ക് കാറിലൊക്കെ പോകുമ്പോൾ മ്യൂസിക് കേൾക്കുന്നുള്ളതല്ലാതെ അച്ഛൻ അങ്ങനെ വലിയ മ്യൂസിക്കിന്റെ ഒരു കളക്ഷനോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സംഗീതം കേൾക്കുകയോ അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നില്ല. അച്ഛന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു. അച്ഛന് വീട്ടിൽ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. മ്യൂസിക്കിനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛന് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ പറ്റും. പക്ഷെ അച്ഛൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ അച്ഛന് പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ ഒരു ഹൈ എന്ന് പറയുന്നത് റീഡിംഗ് തന്നെ. പുസ്തകങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? വീട്ടിലൊരു ചെറിയ ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 2 റൂം അടുപ്പിച്ച് 2 റൂമായിരുന്നു. അതൊരു റൂമാക്കി കണക്ട് ചെയ്ത് ഒരു വലിയ ഹാള് പോലെ ആക്കിയിട്ട് അവിടെ മൊത്തം വാളില് നമ്മൾ ഈ ഷെൽഫ് പോലെ പണിത് ഫുൾ ബുക്സ് ആയിരുന്നു. അപ്പൊ അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബുക്സ് നമ്മളിപ്പോ ലൈബ്രറി പോയി എടുക്കുന്ന പോലെ അവിടെ വന്ന് എടുക്കുമായിരുന്നു ബുക്സ്. അങ്ങനെ കയ്യിൽ നിന്ന് പോയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അച്ഛനുണ്ട്. അച്ഛനൊരു ഒറേഷ്യസ് റീഡർ ആയിരുന്നു. അത് ഫിക്ഷൻ മാത്രമല്ല, എല്ലാത്തരം പുസ്തകങ്ങളും അച്ഛൻ വായിക്കുമായിരുന്നു. ഈ ഒരു ബുക്ക് കളക്ഷൻ
പിൽക്കാലത്ത് നിങ്ങൾ മക്കൾക്ക് ഒരുപാട് സഹായമായല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചാൽ അച്ഛൻ അതിനെക്കുറിച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. പക്ഷെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു വാസന കൂടുതൽ കിട്ടിയിരിക്കുന്ന പൃഥ്വിയാണ് കുറെ കൂടെ ആ ഒരു റീഡിംഗ് ഹാബിറ്റ്സിനോട്ട് കുറെ അടുത്ത് നിൽക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും പൃഥ്വി, ഞാനും വായിക്കും. പക്ഷെ എനിക്ക് ബേസിക്കലി ഒരു ബുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ബ്രേക്സ് വരുന്ന എനിക്ക് ഇഷ്ടമല്ല. സമയം അടുപ്പിച്ച് കിട്ടുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചു നേരം വായിച്ച് പിന്നെ പോയി ഷൂട്ട് ചെയ്ത് പിന്നെയും വന്ന് വായിച്ച് അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാനും ഇടയ്ക്കിടയ്ക്ക് വായിക്കും, പക്ഷെ നോട്ട് ആസ് ഒറേഷ്യസ് ആസ് പൃഥ്വി. ഞാൻ ഈ പറഞ്ഞതുപോലെ സംഗീതം, സിനിമകൾ, യാത്ര, അതൊക്കെയാണ് എന്റെ ഇഷ്ടങ്ങൾ. സുകുമാരൻ സാർ അഭിനയിച്ച സിനിമകളിൽ ഒരുപാട് ഹൃദ്യമായ പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ? അച്ഛന്റെ കാട്ടുകുറിഞ്ഞി എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സോങ് എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും അച്ഛന്റെ ഫേവറേറ്റ് സോങ് ആയിരുന്നു അച്ഛൻ അഭിനയിച്ചത്. രാധ എന്ന പെൺകുട്ടിയിലെ ആ പാട്ട് തന്നെ നമ്മളിതാ കേൾക്കാൻ പോകുന്നു സൺഡേ ക്ലാസിക്സിലൂടെ. കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. സൺഡേ ക്ലാസിക്സ്. ഗായകർ എന്നുള്ള രീതിയിൽ കൂടി മലയാള സിനിമയിൽ സാന്നിധ്യമുണ്ട് ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും. ഇന്ദ്രജിത്താണ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനിപ്പോൾ ഉള്ളത്. പൃഥ്വിരാജിലെ പാട്ടുകാരനെ കുറിച്ച് പറയുമ്പോൾ പൃഥ്വി നന്നായിട്ട് പാടുന്നു. പൃഥ്വിയും ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ്. അപ്പം ആ ഒരു ഗണത്തിൽ പെടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. കുട്ടിക്കാലത്തെ പാടുമായിരുന്നു പൃഥ്വി കുട്ടിക്കാലത്ത് പാടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും സൈനിക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സീനിയർ, പൃഥ്വി ജൂനിയർ എന്നുള്ള ലൈനിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷനിൽ ഒരേ സോങ് പാടി രണ്ടുപേർക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഏത് പാട്ടായിരുന്നു? പെഹ്ലാൻ നഷ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ജോജിത വോയിസ് എന്ന് പറഞ്ഞ സിനിമയിൽ. അത് പാടിയിട്ട് രണ്ടുപേർക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുന്നു. പൃഥ്വി സ്കൂൾ സമയം തൊട്ടേ പാടുമായിരുന്നു. ഒന്നിച്ച് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമായിരുന്നു? അങ്ങനൊന്നുമില്ല, പ്രാക്ടീസ് ഒന്നുമില്ല. വല്ലപ്പോഴും എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും എഴുതിയെടുത്ത്. പിന്നെ എന്റെ ഏറ്റവും വലിയ വിനോദം ആ സമയത്ത് അതായിരുന്നു. കാരണം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിൽ പാടണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്യാതറിംഗ് വരുമ്പോൾ ഇന്ദ്ര ഒരു സോങ് പാടുന്ന എല്ലാവരും പറയും. അത് സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും ശരി. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് ആ സമയത്ത് വാക്ക്മാൻ ആണല്ലോ. ഇന്നിപ്പോ പോലെ ഫോണിലും ഐപോഡും ഐപാഡും ഒന്നുമില്ല. അപ്പൊ വാക്ക്മാനിൽ ഇങ്ങനെ പാട്ട് കേട്ട് റീവെന്റ് ചെയ്ത് കേട്ട് എഴുതിയെടുക്കുക. എല്ലാം എഴുതിയെടുത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു എന്റെ അടുത്ത്. മലയാളവും തമിഴും ഹിന്ദി ഗാനങ്ങൾ എഴുതി വെച്ചിരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ പോയി എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ആ സമയത്ത് ഏറ്റവും വലിയ വിനോദം നല്ലൊരു പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് കേട്ട് എഴുതിയെടുക്കുക, പഠിക്കുക. എന്നിട്ട് വാക്ക്മാനിലിട്ട് റീവെന്റ് ചെയ്ത് പഠിക്കും. അന്ന് കാസറ്റ് ആണല്ലോ. കാസറ്റ് കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴും വാങ്ങാറുണ്ടോ? ഇപ്പൊ പിന്നെ എല്ലാം നമുക്ക് അവൈലബിൾ അല്ലേ. ഫോണിലെടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് അപ്പൊ സാധനം കേൾക്കാൻ പറ്റും. വരികൾ എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ ഈ പാട്ടിന്റെ പിന്നിൽ ആരൊക്കെയാണ് എഴുതിയത്, സംഗീതം നൽകിയത്, ഇതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു? കുട്ടിക്കാലത്തില്ല, പക്ഷെ ഇപ്പൊ ഡെഫിനറ്റ്ലി ഉണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. കാരണം വരികളൊന്നും മനസ്സിലാക്കാൻ ഒരു ആ സമയം എന്ന് പറയുന്നത് കുട്ടിക്കാലം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. പക്ഷെ എന്നാൽ ആ സമയത്ത് ഇറ്റ് വാസ് മോർ ഓഫ് മ്യൂസിക്. അതിന്റെ ഒരു ഈണം, സംഗീതം, അതൊക്കെയായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇന്നിപ്പം വരികളും ശ്രദ്ധിക്കാറുണ്ട്. പാട്ടുകൾ കേൾക്കുമ്പോൾ അതിന്റെ വരികളും ഈണത്തിനൊത്ത വരികളാണോ, എത്രത്തോളം വരികൾ ആ ഒരു പാട്ടിന്റെ മാറ്റ് കൂട്ടുന്നു എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷനിൽ ചേട്ടനും അനുജനും പാടി സമ്മാനം വാങ്ങിയ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. സൺഡേ ക്ലാസിക്സ്. മലയാള സിനിമയിലെ അഭിനേതാക്കളിലെ പാട്ടുകാരൻ ഇന്ദ്രജിത്താണ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൺഡേ ക്ലാസിക്സിലൂടെ. ഈ അഭിനേതാക്കളിലെ പാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ രമ്യ നമ്പീശൻ ഇപ്പോൾ പല സിനിമകളിലും പാടുന്നുണ്ട്. ഇന്ദ്രജിത്ത് എന്ത് പറയുന്നു പാട്ടുകാരിയായ രമ്യ നമ്പീശനെ കുറിച്ച്? രമ്യ നമ്പീശൻ വളരെ നല്ല സിംഗറാണ്. എനിക്കൊന്ന് രമ്യ ഇസ് ആസ് ഗുഡ് ആസ് സിംഗർ ആസ് എൻ ആക്ടർ. ഇപ്പൊ നമ്മളൊന്നും ഇപ്പൊ ഒരു നടനാണോ സിംഗറാണോ എന്ന് വെച്ചാൽ നടൻ തന്നെയാണ്. എന്നാൽ സെക്കൻഡറി ആയിട്ടാണ് സിംഗിങ് വരുന്നത്. പക്ഷെ രമ്യ എനിക്ക് തോന്നുന്നു സിംഗിങ്ങും ആക്ടിങ്ങും രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് രമ്യ നമ്പീശൻ. അസാധ്യമായിട്ട് പാടുകയും ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടുകാരായ ആൾക്കാരോട് പെൺകുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ആരാധനയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇന്ദ്രജിത്തിന് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ അടുത്ത് അങ്ങനെ ആരും തുറന്നു വന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. കുറെ കൂടെ വളരെ ക്വൈറ്റ് ആയിരുന്നു, ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, ഒരു വലിയ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹാർട്ട് ത്രോബ് ലുക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ഒരു പഠിപ്പിസ്റ്റ് ലുക്കായിരുന്നു. പെണ്ണുങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുക്ക് വാങ്ങിക്കാനോ ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സംസാരിക്കാം, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒന്നും സംസാരിക്കത്തുള്ളൂ. അല്ലാതെ വെറുതെ വന്നിങ്ങനെ സംസാരിച്ചിരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്. പക്ഷെ എന്നാൽ എല്ലാവർക്കും നല്ല ഫ്രണ്ടും ആയിരുന്നു ഞാൻ. കോളേജിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ബോയ്സ് ഓൺലി സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു കോവിഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പഠിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പം ഈ പറഞ്ഞ പെണ്ണുങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു. ശരിക്കും കൂടുതൽ ഞാൻ ഫ്രീ ആയതും ഇത് സിനിമയിൽ വന്നതിന് ശേഷം തന്നെയാണ്. അതിന് മുമ്പ് ഭയങ്കര ക്വയറ്റ് ആയിരുന്നു ഞാൻ ബേസിക്കലി. എന്തായാലും ഇന്ദ്രജിത്തുമായി ഇങ്ങനെ ഇരുന്ന് പാട്ടോർമ്മകൾ പറയുന്നതോടൊപ്പം തന്നെ താങ്കളിൽ നിന്നൊരു പാട്ട് കേൾക്കാൻ കൂടി ഒരു ആഗ്രഹമുണ്ട്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടും. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാറ്റ് പൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി
അരികിലൊഴുകി ഞാൻ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. മികച്ച ഒരു അഭിനേതാവ് മാത്രമല്ല, നല്ലൊരു ഗായകൻ കൂടിയാണെന്ന് ഇന്ദ്രജിത്ത് പല സിനിമകളിലൂടെയും തെളിയിച്ചിട്ടുണ്ട്. മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയിൽ ഔസേപ്പച്ചന്റെ ഈണത്തിൽ ഒരു പാട്ടുപാടിയാണ് അദ്ദേഹം മലയാള സിനിമ പിന്നണി ഗാന ചരിത്രത്തിന്റെയും ഭാഗമായത്. സൺഡേ ക്ലാസിക്സിലൂടെ ഇന്ദ്രജിത്തിന്റെ പാട്ടോർമ്മകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഔസേപ്പച്ചൻ സാറിന്റെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട ഒരു കുട്ടിക്കാലമാണ് നമുക്കൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഈണത്തിൽ പാടാൻ കിട്ടിയ അവസരത്തെക്കുറിച്ച് ഇന്ദ്രജിത്ത് എന്ത് പറയുന്നു? ഡെഫിനറ്റ്ലി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള ഒരുപാട് നല്ല മെലഡീസിന്റെ ആളായിരുന്നു ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാറിനെ പോലെ ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ ആദ്യമായിട്ട് സിനിമയിൽ ഒരു ഗാനം ആലപിക്കാൻ പറ്റുക പറഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. തന്നെയല്ല, അത് ഞാൻ തന്നെ അഭിനയിക്കുന്ന ഒരു പാട്ടെന്നും കൂടെ പറയുമ്പോൾ ഇരട്ടി മധുരമായിരുന്നു അത്. അപ്പൊ ആ രീതിയിൽ ഡെഫിനറ്റ്ലി വലിയൊരു കാര്യമായിരുന്നു. സാറിനോട് റെക്കോർഡ് ചെയ്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കാരണം ഫസ്റ്റ് സോങ് പാടുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ പോവുകയും അവിടെ സോങ് റെക്കോർഡ് ചെയ്യുകയും സാർ അത് കേട്ട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. എനിക്കൊന്ന് ഏറ്റവും ഈവൻ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലും ഔസേപ്പച്ചൻ സാറിന്റെ വളരെ നല്ല കുറച്ച് മെലഡീസ് ഉണ്ട്. പൃഥ്വി അഭിനയിച്ച അയാൾ ഞാനും തമ്മിലെ അടലിന്റെ ആഴങ്ങളിൽ എന്നുള്ള സോങ് എനിക്കൊന്ന് കുറെ നാൾക്ക് ശേഷം നമ്മൾ കേട്ട നല്ലൊരു മലയാളം മെലഡിയായിരുന്നു. ശ്രോതാക്കളുടെ ഇടയിലും പ്രേക്ഷകരുടെ ഇടയിലും ഒക്കെ ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെട്ടൊരു സോങ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. സൺഡേ ക്ലാസിക്സിലൂടെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കും. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. അഭിനേതാക്കളിലെ ഗായകനായ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രജിത്താണ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റജാസിനൊപ്പം ഉള്ളത്. ഇന്ദ്രജിത്ത് എന്ന ഗായകനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഗീത സംവിധായകൻ, അല്ലെങ്കിൽ ആരുടെ ഈണങ്ങളാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? രവീന്ദ്ര മാഷ് തന്നെയാന്ന് തോന്നുന്നു. രവീന്ദ്ര മാഷ് ആ സമയത്ത് ചെയ്തിരുന്ന ഒരുപാട് ഗാനങ്ങൾ ഇന്ന് കേട്ട എന്റെ അടുത്തൊരു കളക്ഷൻ ഇപ്പോഴും ഉണ്ട്, എന്റെ കമ്പ്യൂട്ടറിനകത്തുണ്ട്. ഇപ്പൊ കേട്ടാലും വളരെ താങ്കളുടെ ഒരു സിനിമയ്ക്ക് അദ്ദേഹം സംഗീതവും നൽകിയിട്ടുണ്ട്. ആ ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. മിഴിരണ്ടിലും എന്ന സിനിമയിൽ ഒരു പക്ഷെ ഇന്നും എന്റെ ഏറ്റവും നല്ലൊരു ഡ്യുവറ്റ് സോങ് എന്ന് പറയുന്നത് മിഴിരണ്ടിലുമിലെ ആലില് താലിയുമായി എന്ന് പറഞ്ഞ സോങ് ആണ്. അപ്പൊ രവീന്ദ്ര മാഷിന്റെ സോങ്സ് എപ്പോഴും എവർ ലാസ്റ്റിംഗ് സോങ്സ് ആണ്. പിന്നെ എം ജെ രാധാകൃഷ്ണൻ സാറ്, എല്ലാവരും ഔസേപ്പച്ചൻ സാറ്, ഇവരൊക്കെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ ജയചന്ദ്രൻ ചേട്ടൻ, പിന്നെ ഗോപി സുന്ദർ. ഇപ്പൊ പുതിയ ഞാൻ ബേസിക്കലി ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളല്ല. എനിക്ക് എല്ലാത്തരം മ്യൂസിക്കും ഞാൻ കേൾക്കും. മലയാളം, ഹിന്ദി, വെസ്റ്റേൺ, ഇറാനിയൻ, ടർക്കിഷ് എല്ലാ കളക്ഷൻസും ഉണ്ട്. എന്തായാലും ഇന്ദ്രജിത്ത് എന്ന പാട്ടുകാരനെയും ആ സംഗീത പ്രേമിയെയും അടുത്തറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ സൺഡേ ക്ലാസിക്സിലേക്ക് താങ്കളെ ക്ഷണിച്ചത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പാട്ടോർമ്മകളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു.